ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ 10th CBSEയുടെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. ഒരു ഔട്ട്ലൈൻ പോലെ എന്തൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, പിന്നെ കുറച്ച് നമ്പേഴ്സിൻ്റെ കാര്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാപ്റ്ററിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഇന്നലെ റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. റാഷണൽ നമ്പേഴ്സിനെയും കുറിച്ച് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് നല്ലോണം നോക്കാം, ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ ആവശ്യമായിട്ടുള്ളതാണ് ഈ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഡെഫിനിഷൻ ഫോമിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഫ്രാക്ഷൻ p/q വെയർ p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. അതായത് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ്, വെയർ q നോട്ട് ഈക്വൽ ടു 0. ഇവിടെ p എന്താണ്? p എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. p എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. q എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. എന്താണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്? നമ്മളുടെ ഓൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0, 1, 2, 3 എക്സെട്ര. ഈ നമ്പേഴ്സും ഇതിൻ്റെ നെഗറ്റീവ്സും കൂടി ഉൾപ്പെടുന്നതാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സും അതിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ആവുന്ന ഒരു നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് p/q ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ്. q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. സോ അതിൻ്റെ ഡെസിമൽ ഫോം എങ്ങനെ വരുമെന്ന് നോക്കാം. ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ ആർ ഏതർ ടെർമിനേറ്റിംഗ് ഓർ റിപ്പീറ്റിംഗ്. അതായത് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ 1/2 എന്ന് പറയുന്ന ഡെസിമൽ എക്സ്പാൻഷൻ, അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 0.5 ആണ്. ഇതെന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ആണ്, അതായത് ഇത് അവസാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റിപ്പീറ്റിംഗ്, ഫോർ എക്സാമ്പിൾ 1/3 എന്ന് പറയുമ്പോൾ 0.3333 ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അതായത് റിപ്പീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ 3 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവസാനമില്ലാതെ റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നോക്കാം. റാഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇൻറ്റിജേഴ്സ് നമുക്ക് റാഷണൽ നമ്പറാണെന്ന് പറയാൻ പറ്റും. സോ 5 എന്ന് പറയുന്നത് നമുക്ക് 5/1 എന്ന് എഴുതാൻ പറ്റും. 6 നമുക്ക് 6/1 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ഇൻറ്റിജേഴ്സ് ഏത് ഇൻറ്റിജർ വന്നാലും അതിനെ നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റും. സോ അതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 1/2 ഉണ്ട്, 1/3 ഉണ്ട്, 3/4 ഉണ്ട്, അങ്ങനെ -5/6, അങ്ങനെ ഒത്തിരി ഫ്രാക്ഷൻസ് രൂപത്തിൽ എഴുതാൻ പറ്റുന്ന എല്ലാം നമ്മളുടെ റാഷണൽ നമ്പേഴ്സ് ആണ്. പിന്നെ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് നമ്മൾ പറഞ്ഞു. 3/4 എന്ന് പറയുന്നത് 0.75, ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് 3/4 ആണ്. 0.75 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. പിന്നെ റിക്കറിംഗ് ഡെസിമൽസ് എന്ന് പറയുമ്പോൾ 1/3. പിന്നെ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് √9 എന്ന് പറയുന്നത് 3 ആണ്. 3 നമുക്ക് 3/1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ വേറെയും പെർഫെക്റ്റ് റൂട്ട്സ് ഉണ്ട്. √16 4 ആണ്, അത് നമുക്ക് 4/1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റാഷണലിൻ്റെ ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ. റാഷണൽ നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇറാഷണൽ നമ്പർ. അതായത് എന്താണ്? നമുക്ക് p/q ഫോമിൽ എഴുതാൻ കഴിയില്ല ആ നമ്പേഴ്സിനെ. ഓക്കെ, നോക്കി. റിയൽ നമ്പേഴ്സ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് എ റേഷ്യോ ഓഫ് 2 ഇൻറ്റിജേഴ്സ്. അതായത് 2 ഇൻറ്റിജേഴ്സിൻ്റെ റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പൈയുടെ വാല്യൂ എന്ന് നോക്കിയേ. പൈയുടെ വാല്യൂ നോക്കുമ്പോൾ 3.14159 എക്സെട്ര.
ഈ പൈയുടെ വാല്യൂ നോക്കുമ്പോൾ ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അവസാനമല്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നോൺ റിപ്പീറ്റിംഗ് ആണ്. നേരത്തെ നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 1/3 എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ 3 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു സംഖ്യ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇറാഷണൽ നമ്പറിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ഈ നമ്പേഴ്സ്, ഈ ഡെസിമൽ കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സ് ഒരു നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല, വേറെ വേറെ നമ്പേഴ്സാണ് വരിക, റാൻഡംലി വരിക, എന്നിട്ട് അതിങ്ങനെ അവസാനിക്കാതെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറാഷണൽ നമ്പറിൻ്റെ വേറെ എക്സാമ്പിളാണ് യൂളേഴ്സ് നമ്പർ. യൂളേഴ്സ് നമ്പർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2.171828 എക്സെട്ര ഇങ്ങനെ പോകുന്നു. പിന്നെ സ്ക്വയർ റൂട്ട്സ് √2, √3 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലാത്ത സ്ക്വയർ റൂട്ട്സ്, √5 ഇതെല്ലാം എന്താണ് റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിളാണ്. ഇന്ത്യയിൽ നിന്ന് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല. ഓക്കെ, റിപ്പീറ്റും ചെയ്യുന്നില്ല, അവസാനിക്കുന്നുമില്ല. ഓക്കെ, ഇനി കാറ്റഗറീസ് വിത്തിൻ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതായത് റിയൽ നമ്പേഴ്സ് എന്താണ്, അതിന് മുമ്പ് റിയൽ നമ്പേഴ്സ് എന്താണെന്ന് പറയണ്ടേ. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ നമ്പേഴ്സും നമ്മളെ ഇൻറ്റിജേഴ്സ്, ഞാനിപ്പോൾ പറഞ്ഞ ഇൻറ്റിജേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ റാഷണൽസ്, പ്രൈം നമ്പേഴ്സ് എല്ലാം നാച്ചുറൽ നമ്പേഴ്സിൽ വരും, എന്നാലും ഒന്ന് എഴുതുകയാണ്. പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാ നമ്പേഴ്സും, നമുക്കറിയാവുന്ന എല്ലാ നമ്പേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ നോക്കി, റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ഓൾ ദ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ഫൗണ്ട് ഓൺ ദ നമ്പർ ലൈൻ. അതായത് നമ്പർ ലൈനിൽ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ നമ്പേഴ്സും, എല്ലാ ടൈപ്പിലുള്ള നമ്പേഴ്സും, ഡെസിമൽസ് ആവട്ടെ, ഫ്രാക്ഷൻസ് ആവട്ടെ, റാഷണൽസ് ആവട്ടെ, ഇറാഷണൽ ആവട്ടെ, ഇൻറ്റിജേഴ്സ് ആവട്ടെ, ഏത് ടൈപ്പിലുള്ള നമ്പർ ആയിക്കോട്ടെ, അതെല്ലാം ഉൾക്കൊള്ളുന്ന നമ്പേഴ്സിനെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് റിയൽ നമ്പേഴ്സിൽ എല്ലാ നമ്പേഴ്സും ഉൾപ്പെടും എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിയേ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ മൈനസ് ആയിട്ട് വരുന്നത് -3, -2, -1, -5, -6, -10 നെഗറ്റീവ് നമ്പേഴ്സ് അറിയാമല്ലോ. പിന്നെ 0 വരും, 1, 2, 3 അതൊക്കെയാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്. ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ 1/2, ഡെസിമൽസ് -4.75, 0.333 ഇതെല്ലാം എന്താ റിയൽ നമ്പേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പൈ, √2 അതെല്ലാം വരുന്നുണ്ട്. പിന്നെ 0 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണെന്ന് പറയുന്നുണ്ട്, റിയൽ നമ്പറാണ് 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സിൽ വരുന്ന നമ്പേഴ്സിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ട് 1, 2, 3 എക്സെട്ര. കൗണ്ടിങ് നമ്പേഴ്സ് ആണ് നോൺ സീറോ ഓർ നെഗറ്റീവ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ 0 വരുന്നില്ല, നെഗറ്റീവ്സും വരുന്നില്ല അല്ലേ. ഹോൾ നമ്പേഴ്സ് വരുന്നുണ്ട് 0, 1, 2, 3 എക്സെട്ര. നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. ഇന്നലെ പറഞ്ഞതാണ് ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. നാച്ചുറൽ നമ്പേഴ്സ് 0 കൂടി ഇൻക്ലൂഡായി വരുന്ന നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോൾ നമ്പേഴ്സ് വരും, അതിൻ്റെ കൂടെ നെഗറ്റീവ്സ് ആയിട്ടുള്ള നമ്പേഴ്സും കൂടി ഉൾപ്പെടുന്നതാണ്. അത് എല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻസ് ഫോമിൽ എഴുതാൻ പറ്റുന്ന, p/q ഫോമിൽ എഴുതാൻ പറ്റുന്നത്. പിന്നെ ഡെസിമൽസിൻ്റെ പ്രത്യേകതയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡെസിമൽസ്. ഓക്കെ, പിന്നെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് റൂട്ട് അല്ലാത്ത √2, പൈ ഇതേപോലത്തെ നമ്പേഴ്സ് എല്ലാം, ഇതെല്ലാം നമ്മളുടെ റിയൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത് ആണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് ഇതെല്ലാം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? റിയൽ നമ്പേഴ്സ്. സോ റിയൽ നമ്പർ എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവുകയാണ്. സോ അതിനു മുമ്പ് കുറച്ച് നമ്പേഴ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവിഷനൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും, എന്നാലും നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. 17, 6
അപ്പോൾ 17നെ 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത്, എന്നിട്ട് ഇതിൽ കോഷ്യൻ്റ് ഏതാണ്, ഡിവൈസർ ഏതാണ്, ഡിവിഡൻറ്റ് ഏതാണ്, റിമൈൻഡർ എന്താണ് എന്ന് എടുത്ത് എഴുതുക. ഓക്കെ. അപ്പോൾ 6ൽ എത്ര പ്രാവശ്യം 17 വരും? 2 ടൈംസ് അല്ലേ? 12, 13, 14, 15, 16, 17. സോ 5. റിമൈൻഡർ ഈസ് 5. സോ ഇവിടെ റിമൈൻഡർ ഏതാണ്? റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. കോഷ്യൻ്റ് ഏതാണ്? കോഷ്യൻ്റ് ഏതാണ്? 2 ആണ്. പിന്നെ ഡിവൈസർ എന്ന് പറയുന്നത് 6 ആണ്. ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 17 ആണ്. ഓക്കെ. ഇനി ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യുക. 24. 4ൽ 24ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 20 വരുന്നത് കൊണ്ട് 4 5s are 20. റിമൈൻഡർ നമുക്ക് 0 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. കോഷ്യൻ്റ് റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. 0 ആണ്. കോഷ്യൻ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഡിവൈസർ എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ. സോ ഇനി നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കിട്ടുന്ന കോഷ്യൻറ്റിനെയും റിമൈൻഡറിനെയും ഡിവൈസറിനെയും ഡിവിഡൻറ്റിനെയൊക്കെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. ഏത് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 = 6 × 2 + 5. അതായത് ഇവിടെ 17 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിവിഡൻ്റാണ്. ഡിവിഡൻറ്റിനെ നമുക്ക് നമ്മളെ ഡിവൈസറിൻ്റെയും കോഷ്യൻറ്റിൻ്റെയും പ്രോഡക്റ്റായിട്ട് എഴുതിയിട്ട് 5 കൊണ്ട് അതിൻ്റെ റിമൈൻഡർ കൊണ്ട് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ. ഇതാണ് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ പറയുന്നത്. ഓക്കെ. ഈ റിമൈൻഡർ എന്ന് പറയുന്നത് നമ്മളുടെ ഏതാണ്? ഡിവൈസറിനെ കാട്ടിയും എപ്പോഴും ചെറുതായിരിക്കും. ഇവിടെ നോക്കി, ഈ ഒരു കേസിൽ 5 എന്ന് പറയുന്നത് 6നെ കാട്ടിയും ചെറുതാണ്. ഈ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആവാം, 1 ആവാം, പക്ഷേ 1 2 അങ്ങനെ ആവാം. പക്ഷേ നമ്മളുടെ എന്താണ്? ഡിവൈസറിനെ കാട്ടിയും എപ്പോഴും ചെറുതായിരിക്കും എന്നാണ് പറയുന്നത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള 3 എക്സാമ്പിളും 3 കണക്കുകളും, എക്സാമ്പിളല്ല കണക്കുകൾ 3 നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് ഏതാണ് റിമൈൻഡർ, കോഷ്യൻ്റ്, ഡിവൈസർ, ഡിവിഡൻറ്റ് എന്നൊന്ന് എഴുതുക. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് പോവാം. ഓക്കെ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂക്ലിഡ് ഡിവിഷൻ, അൽഗോരിതവും അതിൻ്റെ ആപ്ലിക്കേഷൻസും ആണ്. പിന്നെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കും അതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയാണ്. ഓക്കെ. യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ പിന്നെ റൈസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ എന്താണ് പറയുന്നത്? Given a positive integer a and b, there exist unique integers q and r satisfying a is equal to bq plus r, 0 less than or equal to r less than b. അതായത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നമുക്കുണ്ട്, എയും ബിയും. രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ യുണീക്കായിട്ട് രണ്ട് ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കും, ക്യൂ ആൻഡ് ആർ. അതിൻ്റെ പ്രത്യേകത എന്താണ്? എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന പ്രോപ്പർട്ടി
അത് സാറ്റിസ്ഫൈ ചെയ്യും. ആറിൻ്റെ പ്രത്യേകത എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് HCF എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. നമ്മൾ സാധാരണ HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണെന്ന് നോക്കുമല്ലേ. ഇവിടെ ഇപ്പം എന്താണ്? 2 4s are 8, 2 3s are 6. സോ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് 2 ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനിൽ സെയിം എക്സാമ്പിൾ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് എങ്ങനെയാണ് HCF കണ്ടുപിടിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അൽഗോരിതം, അതിന് മുമ്പ് അൽഗോരിതം എന്താണെന്ന് പറയാം. അൽഗോരിതം എന്ന് പറയുന്നത് സീരീസ് ഓഫ് വെൽ ഡിഫൈൻഡ് സ്റ്റെപ്സ് വിച്ച് ഗീവ്സ് എ പ്രൊസീജിയർ ഫോർ സോൾവിങ് എ ടൈപ്പ് ഓഫ് പ്രോബ്ലം. അതായത് നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? C++, ജാവ, HTML ഇതേപോലത്തെ ലാംഗ്വേജസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഓരോ കമാൻഡ് കൊടുക്കും അല്ലേ? നമുക്ക് കമാൻഡ് കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് അവർ ഔട്ട്പുട്ട് തരുന്നത്, കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് തരുന്നത്. സോ ആ കമാൻഡ്സിനെല്ലാം, ആ സീരീസ് ഓഫ് കമാൻഡ്സിനെ നമുക്കൊരു അൽഗോരിതം പോലെ ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് HCF കണ്ടുപിടിക്കാം യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട്. അതായത് ഈ ഒരു സാധനം റിപ്പീറ്റായിട്ട് നമ്മൾ ഈ നമ്പേഴ്സിൽ അപ്ലൈ ചെയ്യുവാണ്. അപ്ലൈ ചെയ്ത് റിമൈൻഡർ 0 ആകുന്നത് വരെ, അതായത് റിമൈൻഡർ ഈ ഒരു 6 എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തുള്ള ആ ഒരു നമ്പർ 0 ആവുന്നത് വരെയും നമ്മൾ ഈ ഒരു യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയിൽ പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു രണ്ട് നമ്പേഴ്സിനും അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്ത് 0 വരുന്നത് വരെ അപ്ലൈ ചെയ്തിട്ട് 0ക്ക് തൊട്ട് മുമ്പ് വരുന്ന റിമൈൻഡർ ആയിരിക്കും നമ്മൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും HCF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ 455 ഡിവൈഡഡ് ബൈ 42. ഓക്കെ, അത് നമ്മൾ 455നെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. സോ 42 1s are 42, ബാക്കി 35 എന്ന് വരും. ഇനി 35നെ 42 കൊണ്ട് എന്താണ്, 42ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 35 വരില്ല. സോ നമുക്ക് എന്തോ എഴുതാൻ പറ്റും? ഒന്ന് റബ്ബ് ചെയ്യട്ടെ ഞാൻ. ഓക്കെ, 455നെ 42 into 1 plus 35 എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ 42ൽ, അതായത് നമ്മൾ നേരത്തെ ഡിവൈസറിലും റിമൈൻഡറിലുമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സോ 42 ഈക്വൽ ടു 35 ഇൻറ്റു ഡിവൈഡ് ചെയ്ത് നോക്കാം. 42 35, സോ 110 അല്ലേ? 35 റിമൈൻഡർ എത്ര വരും? 7. ഇസ് ഇറ്റ് 7 അല്ലേ വരിക? 5 6 7. സോ 35 ഇൻറ്റു 1 പ്ലസ് 7 എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഏതാണ് റിമൈൻഡർ 35 ഇതിൽ രണ്ടിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. 35 ഈസ് ഈക്വൽ ടു 7. ഓക്കെ, 35 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 35 വരും അല്ലേ? 7 5s are 35 0. സോ പ്ലസ് 0. സോ നമ്മൾ റിമൈൻഡർ 0 ആയി. 0 ആവുന്നത് വരെ വേണം നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ 0ക്ക് തൊട്ട് മുമ്പ് വരുന്ന റിമൈൻഡർ, അതായത് 7 കേട്ടോ, ഈ 7 ആയിരിക്കും നമ്മളുടെ 455 42 ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF എന്ന് പറയുന്നത്. ഓക്കെ, 7 മനസ്സിലായോ?
ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത് 135 225 ഇത് രണ്ടും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് അത് ഹോംവർക്കായിട്ട് ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചെയ്തു തരാം, അല്ലെങ്കിലും അടുത്ത ക്ലാസ്സിൽ നമ്മളത് ചെയ്യും. ഓക്കെ, ഈ ക്ലാസ്സിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഏതാണ്? 135. 135 225. ഓക്കെ, തുടങ്ങാം. 225 is equal to 135 into നോക്കാം. 225 135 2 ടൈംസ് ആകുമ്പോൾ എന്ത് വരും? 135 into 2 0 1 6 7 270 ആവും അല്ലേ? അപ്പോൾ 1 ടൈം തന്നെയാണ്. എത്രയാണ്? 135. സോ 0 അല്ലേ? ആണല്ലേ? ഓക്കെ, 90 വന്നു. സോ ഇനി 135 90 വരില്ല അല്ലേ? അപ്പോൾ നമുക്ക് അതെടുത്ത് ഇങ്ങോട്ട് എഴുതാം. 135 into 1 plus 90. ഇത് നമ്മൾ ഏതിലൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഈ 135ലും 90ലുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ 135 is equal to 90 into 135 90 ചെയ്തേ. നയൻറ്റിയിൽ എത്ര ടൈംസ് ആണ്? 135. 90 into 2 എന്ന് പറയുമ്പോൾ 180 ആയി പോവല്ലേ? അപ്പോൾ 1 ടൈം മാത്രമേ ഉള്ളൂ 90. ഓക്കെ, 5 55 അല്ലേ? സോറി, 45. ഓക്കെ, 1 plus 45. ഇനി നമ്മൾ ഏതിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്? 90ലും 45. സോ 90 equal to 45. 45ൻ്റെ ടേബിളിൽ 90 വരുമോ? പറയൂ. 45 into 2 എത്രയാണെന്ന് പറയൂ. യെസ്. സോ 2s are 90. So 45 into 2 plus 0. സോ ഇവിടെ നമ്മുടെ HCF എന്ന് പറയുന്നത് 225 135. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അടുത്ത ചോദ്യം ഏതാണ്? 867 255. ഇത് നമുക്ക് നോക്കാം. മനസ്സിലായല്ലോ അല്ലേ ചെയ്യുന്നത്? UP ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് എങ്ങനെയാണ് HCF ചെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. റിപ്പീറ്റ് ആയിട്ട് അൽഗോരിതം ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്യുന്നത് ഏതിലൊക്കെ ആയിരിക്കണം? റിമൈൻഡറിലും നമ്മളെ ഡിവൈസറിലും ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ
Next 867 255. Start ചെയ്യാം. 867 is equal to 255 into 867 255. ചെയ്തേ എത്ര വരും? 255 into 2 3 നോക്കാം അല്ലേ? 15 1 16 1 3 2 6 7 765. ഇനി 225 into 4 ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വരുമായിരിക്കും അല്ലേ? അപ്പോൾ 3 എന്ന് പറയുന്നത് 3 765 ആയി. സോ 567 0 1 അല്ലേ? ഇതിലെ റിമൈൻഡർ ആയിട്ട് വരിക അല്ലേ? സോ 3 പ്ലസ് 102. ഓക്കെ, ഇനി നമ്മൾ ഇതിലൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടുള്ളത്. ഈ 255ലും 102ലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ 255. ഓക്കെ, 255നെ 102 into 102 255 102. ഓക്കെ, അപ്പോൾ എന്താണ് 102 ടൈംസ് നോക്കാം. 2 ടൈംസ് 4 0 204. 3 ടൈംസ് ആകുമ്പോൾ 255ൻ്റെ മുകളിൽ വരും. അപ്പോൾ 2 ടൈംസ് 204. സോ 1 5 51 അല്ലേ? അവിടെ കഴിഞ്ഞു. 2 പ്ലസ് 51. ഓക്കെ, ഇനി നമ്മൾ 102ലും 55ലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ 102 51. സോ 51ൽ 102 വരുമോ? 51 into 2. ഓക്കെ, 102 അല്ലേ? പറയൂ, 102 ആണല്ലേ? സോ 2 102 0. സോ 51 into 2 plus 0. സോ ഈ ഒരു കേസിൽ HCF ഓഫ് 867 255 എന്ന് പറയുന്നത് 51 ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നമുക്ക് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചു അല്ലേ? HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഈ 2 ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ ഇത് രണ്ടും ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് പഠിപ്പിക്കത്തുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ ക്ലാസ് കേട്ടത് അത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു. Thank you all. Bye.